എല്ലാവർക്കും നമസ്കാരം. ആകെ 1350 ഗ്രാം ഭാരം മാത്രമുള്ള ഒരു വസ്തുവിനെ കുറിച്ചാണ് സത്യത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അത് മനുഷ്യൻ്റെ തലച്ചോറാണ്, മസ്തിഷ്കം. ഈ തലച്ചോറിൻ്റെ പ്രത്യേകത പരമാണുവിനെ ഭാവന ചെയ്തതും പരബ്രഹ്മത്തെ ഭാവന ചെയ്തതും ഈ തലച്ചോറാണ്. മനുഷ്യനെ ചലിപ്പിക്കുന്നതും ഈ തലച്ചോറാണ്. ചിന്തിപ്പിക്കുന്നു, പ്രവർത്തിപ്പിക്കുന്നു, ഓർമ്മിപ്പിക്കുന്നു, വിസ്മരിപ്പിക്കുന്നു. ഇങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തലച്ചോറ് കോടാനുകോടി 100 ബില്യണോളം ന്യൂറോണുകൾ അല്ലെങ്കിൽ നാഡീകോശങ്ങളാൽ നിർമ്മിതമാണ്. നാഡീകോശങ്ങൾ മാത്രമല്ല, ആ നാഡീകോശങ്ങൾ തമ്മിലുള്ള സന്ധിബന്ധങ്ങൾ ഇതെല്ലാം ചേർന്ന അതിസങ്കീർണത്തിൽ സങ്കീർണമായ ഒരു വ്യവസ്ഥ ഉണ്ട്. സംവേദന വ്യവസ്ഥയാണ് മനുഷ്യൻ്റെ തലച്ചോർ. ഞാനും നിങ്ങളും ചുമന്ന് നടക്കുന്ന ഈ അതിസങ്കീർണമായ ഈ തലച്ചോറിൻ്റെ പഠിതാവും ഗവേഷകനും ചികിത്സകനും ആണ് ഡോക്ടർ കെ രാജശേഖരൻ നായർ. ഞാനും അദ്ദേഹവും തമ്മിൽ പ്രായത്തിൽ വലിയ വ്യത്യാസമുണ്ട്. ആകെ ഒരു സാമ്യം ഞങ്ങളുടെ പേരിൽ മാത്രമാണ്, പാണ്ഡിത്യത്തിലോ അറിവിലോ ഒന്നുമല്ല. പിന്നെ വേറെ ഒരു സാമ്യം, സാറ് ഞാൻ ഒരേ സ്കൂളിലും കോളേജിലുമാണ് പഠിച്ചത്. ഇടയിലുള്ള വ്യത്യാസം ഒരു 50 കൊല്ലമാണെന്നേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ മതി. പിന്നെ സാറിൻ്റെ മകൻ എൻ്റെ സഹപാഠി കൂടിയാണ്. ഇനിയുമുണ്ട്, സാറിൻ്റെ പിതാവ് മലയാള ഭാഷയ്ക്ക് ഒരിക്കലും മറക്കാനാകാത്ത മഹാപണ്ഡിതനായ ശൂരനാട്ട് കുഞ്ഞൻപിള്ളയാണ്. അദ്ദേഹമാണ് നമ്മുടെ പുതിയ ലിപി സൃഷ്ടിച്ചതും നമ്മുടെ മലയാളത്തിലെ ഏറ്റവും മഹത്തായ ഗ്രന്ഥങ്ങളിലൊന്നായ മലയാള മഹാനിഘണ്ടു സൃഷ്ടിച്ചതുമെല്ലാം. ഡോക്ടർ രാജശേഖരൻ നായർ കേരളത്തിലെ ന്യൂറോളജിയുടെ പിതാക്കന്മാരിൽ ഒരാളാണ്. പലയിടത്തും ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ അതിപ്രസിദ്ധങ്ങളാണ്. വൈദ്യശാസ്ത്രം പോലെ ന്യൂറോളജി പോലെ സങ്കീർണമായ ഒരു വിഷയം നല്ല മലയാളത്തിൽ സാഹിത്യ ഭംഗിയിൽ എഴുതാൻ കഴിയുമെന്ന് തെളിയിച്ച ആളാണ് അദ്ദേഹം. മാത്രമല്ല, എഴുത്തുകാരുടെ മനോനില അത് അദ്ദേഹം അനലൈസ് ചെയ്തിട്ടുണ്ട്. മനോനില ഞാൻ ഉദ്ദേശിച്ചത് അവരുടെ തലച്ചോറിൻ്റെ ഘടന, അവരുടെ രോഗാവസ്ഥയെ, അവരുടെ സർഗാത്മകതയൊക്കെ ന്യൂറോളജിയുടെ വെളിച്ചത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മലയാളത്തിലെ ബെസ്റ്റ് സെല്ലേഴ്സാണ് അദ്ദേഹത്തിൻ്റെ വൈദ്യസ്മൃതി എന്ന് പറഞ്ഞ ആ ഗ്രന്ഥം തന്നെ. ഒട്ടേറെ പുസ്തകങ്ങളൊരു സമാഹാരം, 1000 പേജുള്ള ഒരു ബൃഹത് സമാഹാരമുണ്ട്. അദ്ദേഹം നിരന്തരം എഴുതിക്കൊണ്ടേയിരിക്കുന്നു. വൈദ്യശാസ്ത്രത്തെയും സാഹിത്യത്തെയും കൂട്ടിയിണക്കുന്ന സവിശേഷമായ രചനാരീതി മലയാളത്തിൽ കൊണ്ടുവന്ന ഡോക്ടർ കൂടിയാണ് അദ്ദേഹം. ഡോക്ടർ രാജശേഖരൻ നായർ നിങ്ങളോട് സംസാരിക്കും. ഞാൻ ഒരു കേവല പങ്കാളി മാത്രമാണെന്ന് നിങ്ങളെപ്പോഴും ആലോചിക്കണം. അദ്ദേഹം 1/2 മണിക്കൂർ നേരം സംസാരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് സംവാദത്തിലേക്ക് പ്രവേശിക്കാം. പ്രിയരെ, കേൾക്കുന്നുണ്ടോ? രാജശേഖരന് നന്ദി. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ കൂപ്പുകൈ. സമയം 30 മിനിറ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കുറേ ധൃതിപ്പെടേണ്ടി വരും. ഞാൻ പറയാൻ പോകുന്ന വിഷയം നിങ്ങൾക്ക് വിശ്വസിക്കാൻ ശകലം പ്രയാസമായ ഞാൻ പറയാൻ പോകുന്ന വിഷയം നിങ്ങൾക്കെല്ലാം കുറച്ച് വിശ്വസിക്കാൻ പ്രയാസമായ കാര്യങ്ങളാണെന്ന് പറയാം. രാജശേഖരൻ പറഞ്ഞതുപോലെ നമ്മളെല്ലാം ക്യാരി ചെയ്യുന്ന മസ്തിഷ്കം, ബ്രെയിൻ 1350 ഗ്രാം മാത്രമുള്ള ഒരു സംവിധാനം. അതിൻ്റെ കണക്കുകളൊക്കെ പറയുകയാണെങ്കിൽ വിശ്വസിക്കാൻ വയ്യാത്ത സാധനമാണ്. അത് തുടങ്ങുന്നത് അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോഴത്തേക്കും ഒരു 3-4 ആഴ്ചയാവുമ്പോൾ തുടങ്ങുന്ന ബ്രെയിനിൻ്റെ ഒരു ചെറിയ പിണ്ഡമാണ്. മലയാളത്തിൽ അളവുണ്ട്, പണമിട എന്ന് 0.3 ഗ്രാം. അതിനേക്കാളും ചെറുതാണ്. അതിൽ നിന്നുണ്ടാവുന്നത് ഒരു 5-6 ആഴ്ച കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ പ്രവർത്തനം ഒരുമാതിരി കൂടി വരുമ്പോൾ 2,50,000 ന്യൂറോണുകളാണ് ഓരോ മിനിറ്റിലും ഉണ്ടാകുന്നത്. ഈ 2.5 ന്യൂറോണുകൾ ചെല്ലേണ്ടിടത്ത് മാത്രം ചെല്ലേണ്ട ഒരു മാസ്മരവിദ്യ വിശ്വസിക്കാൻ ശകലം പ്രയാസമാണ്. ചെല്ലേണ്ടിടത്തല്ല ചെല്ലുന്നതെങ്കിൽ അത് രോഗമാണ്.
അതിനെ പറയുക ന്യൂറോണൽ മൈഗ്രേഷൻ സിൻഡ്രോംസ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഒന്ന് അപകടപ്പെട്ടാൽ മതി, അമ്മയ്ക്കൊരു വൈറൽ ഇൻഫെക്ഷൻ വന്നാൽ മതി, അമ്മയ്ക്കൊന്ന് ക്ഷോഭം വന്നാൽ മതി, അമ്മയ്ക്കൊരു തൊഴി കിട്ടിയാൽ മതി, ഈ വയറിൽ വളരുന്ന കുഞ്ഞിൻ്റെ മസ്തിഷ്ക ന്യൂറോണുകളുടെ പോക്ക് തടസ്സപ്പെട്ടാൽ, അത് ക്ലംപ് ചെയ്താൽ, അത് പോകാതിരുന്നാൽ ഒരു ജന്മശാപമായിട്ടായിരിക്കും ആ കുഞ്ഞ് പിറക്കുന്നത്. ഇത് കണക്കങ്ങോട്ട് വിശ്വസിക്കാനേ വയ്യാത്തൊരു സാധനമാണ്. ഇത് കൊണ്ട് ഉണ്ടാക്കുന്നത് 86 തൊട്ട് 100 ബില്യൺ ന്യൂറോണുകളാണ് നമ്മൾ ഓരോരുത്തരും നിത്യവും കൊണ്ട് നടക്കുന്നത്. ഈ മില്യൺ ബില്യൺ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തലയിൽ കയറുകയില്ല. 1,00,000 നമുക്ക് മനസ്സിലാകും, 5 1 മില്യൺ എന്ന് വെച്ച് കഴിഞ്ഞാലും മനസ്സിലാക്കാം, 6 1 ബില്യൺ ആകുമ്പോഴത്തേക്കും 9 അതിൽ 100 ബില്യനാണ്. ലക്ഷങ്ങളും കോടികളുമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഈ 100 ബില്യൺ കോശങ്ങളെയും അതിന് ഓരോന്നിനും സന്ധിബന്ധങ്ങളുണ്ട്, അടുത്തുള്ളതും അകലെയുള്ളതും ഒക്കെ ആയിട്ട്. ഇവിടെയാണ് അടുത്ത തുടങ്ങുന്നത്. കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ഈ 100 ബില്യൺ കോശങ്ങളുമുണ്ട്. അതിൻ്റെ ന്യൂറോണിൻ്റെ വാലുകളായ ആക്സോണിന് കവറിങ് ഇല്ല എന്നറിയാം. അപ്പോഴേ പൂർണ്ണമായിട്ട് കവറിങ് ഇല്ല, 2 വയസ്സൊക്കെ ആകുമ്പോഴേ കവറിങ് ഉണ്ടാവും. പക്ഷേ ഈ സന്ധിബന്ധങ്ങൾ, സിനാപ്സസ് എന്ന് പറയുന്ന സന്ധിബന്ധങ്ങൾ 2500 എണ്ണം ഓരോ ന്യൂറോണിനുമുണ്ട്. ഈ 2500 സന്ധിബന്ധങ്ങൾ ആഡിക്വറ്റാണ്. അത് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ അതങ്ങ് ഏൽക്കുകയല്ല. ജന്മസിദ്ധമായി നൈസർഗികമായി അവർ മനസ്സിലാക്കുന്ന ഒരു കൂട്ടം സാധനമുണ്ട്. പിറന്നു വീണ കുഞ്ഞ് ആ സെക്കൻഡിൽ തന്നെ എണീറ്റ് നടന്ന് ഓടി നടക്കുന്ന രീതിയാണ് മൃഗങ്ങൾക്കെങ്കിൽ, മനുഷ്യൻ്റെ കാര്യത്തിൽ അത് കുറേ താമസിക്കും. എന്നാലും പിറന്നു വീണ കുഞ്ഞിന് അമ്മയുടെ പാല് കുടിക്കാനായിട്ട് ആ മുലയിലേക്ക് അടുക്കാനും ആ നിപ്പിളിലേക്ക് വെച്ച് അത് സക്ക് ചെയ്ത് കുടിക്കാനുമുള്ള പാഠം അത് ജന്മനാസിദ്ധമാണ്. ഈ 2500 സിനാപ്സസ് എന്നുള്ളത് പിന്നെയും കൊണ്ടൊരു വളർച്ചയാണ്. ഒരു 2 വയസ്സ് 3 വയസ്സ് 4 വയസ്സ് എന്നൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ വളർച്ച വിശ്വസിക്കാൻ വയ്യാത്ത സാധനമാണ്. 15,000 സിനാപ്സസ് ഓരോ ന്യൂറോണിനും ഒരു 7-8 വയസ്സായ കുഞ്ഞിനുണ്ടാവും. ഇതിന് പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാം ജനിക്കുന്നത്, പ്രയാസമാണ് വിശ്വസിക്കാൻ, ജീനിയസുകളായിട്ടാണ്. നമ്മുടെ പരിതസ്ഥിതിയും നമ്മുടെ രീതിയും, ഞാൻ പറയുന്നത് മെജോറിറ്റി ഓഫ് അസ് ജീനിയസുകളായിട്ടാണ്. ബിക്കോസ് ഈ ഓരോ ന്യൂറോണിൻ്റെയും 15,000 സന്ധിബന്ധങ്ങൾ വിശ്വസിക്കാൻ വയ്യ. കൊച്ചുങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ, അച്ഛാ ഈ നീലയ്ക്ക് എന്താണ് ഈ നീല നിറം? കൊത്താൻ വരുന്ന പാമ്പിൻ്റെ അടുത്ത് നിൽക്കുന്ന പൂച്ച അതിന് കൊത്തുകൊള്ളാതെ അതിനെ മാന്തിപ്പിടിക്കാൻ എങ്ങനെ പറ്റുന്നു? അതുവരെ ആദ്യമായിട്ടായിരിക്കും ഈ അച്ഛൻ എന്ന് പറഞ്ഞ് ശ്രീമാൻ ഈ പൂച്ച പാമ്പിൻ്റെ മുന്നിൽ നിന്ന് വിളയാടുന്ന ഇത് കണ്ടിരിക്കും. മങ്കൂസ് കീരിയെ കീരിയുടെ കഥ അവർക്കറിയാം, പക്ഷെ പൂച്ച ഇത് ചെയ്യുമെന്ന് അവർ മനസ്സിലായില്ലായിരിക്കും. ഞാനീ പറയുന്ന കഥകളല്ല, എൻ്റെ പേഷ്യൻസ് ഒന്ന് പറഞ്ഞ കഥകളാണ്. മാന്തി പോകുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാമ്പിൻ്റെ റിയാക്ഷൻ ടൈമിൻ്റെ 4 ഇരട്ടി 5 ഇരട്ടി പൂച്ചയ്ക്ക്. പാമ്പ് കൊത്താൻ വരുന്ന കാണുമ്പോൾ പൂച്ചയ്ക്ക് അതിനേക്കാളും നല്ല റിഫ്ലക്സാണ് ചാടിക്കളയും. നേരെ തിരിച്ച് അത് വന്നു കഴിഞ്ഞാൽ അടുത്ത ചോദ്യം വരുന്നത്, അച്ഛ
അല്ല അച്ഛ അമ്മേ, ഞാൻ എങ്ങനെ എവിടെ നിന്ന് വന്നു? നിത്യഹരിതമായ ചോദ്യം. ഉത്തരം പറയാൻ നമുക്ക് പ്രയാസമാണ്. പക്ഷേ ആ കുഞ്ഞിൻ്റെ ഇതിൽ അപ്പോൾ രണ്ടെണ്ണം ചെയ്യാം. നല്ല തല്ല് കൊടുക്കാം, കൊച്ചൊന്ന് വഴിയിടാന്ന് പറയാം, അല്ലെങ്കിൽ നീ പോയി കളിക്കാമെന്ന് പറയാം, പറഞ്ഞു വിടാം. പക്ഷേ അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അജ്ഞരായതുകൊണ്ടാണ്. ഈ സാധനം തന്നെ അതങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ വല്ലാതെ പ്രശ്നമാണ്. ഒരു 7-8 വയസ്സ്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഏകദേശം ഒരു വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു 10-20 വാക്കുകളുള്ള കുഞ്ഞായി. ഒരു 2 വയസ്സാകുമ്പോൾ ഒരു 10-100 വാക്കുകളുള്ള കുഞ്ഞായി. അങ്ങോട്ട് ക്രമാതീതമായിട്ട് കൂടും. ജനിച്ച് വീഴുന്ന ഓരോ കുഞ്ഞും ജീനിയസാണെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഈ ജീനിയസിന് ഒരു വ്യത്യാസമുണ്ട്, എൻ്റെ പ്രകടത്വത്തിന് ഒരു വ്യത്യാസമുണ്ട്. അവിടെയാണ് അടുത്ത വരുന്നത്. അതായത് ഈ 7-8 വയസ്സ് വരെ സംസാരിക്കാൻ പോലും വയ്യാത്തൊരു പയ്യന് അവൻ്റെ അച്ഛൻ അവൻ ചോദിച്ച പല ചോദ്യങ്ങൾക്കും അദ്ദേഹത്തിന് ഉത്തരമില്ലായിരുന്നു. അവന് ആരാണ്ട് ഒരു വടക്ക് നോക്കി യന്ത്രം കൊണ്ട് കൊടുത്തു. നേരെ ചൊവ്വേ സംസാരിച്ചുകൂടെങ്കിലും അവൻ വളരെ പ്രയാസം പിടിച്ച് ചോദിച്ചു, ഏത് ശക്തിയാണ് ഈ സൂര്യയെ വടക്കോട്ടാക്കുന്നതെന്ന്. അവൻ്റെ അച്ഛൻ നല്ല അടിയും കൊടുത്തിട്ട് പറഞ്ഞു, കൊച്ചനെ നീ എൻ്റെ പാട്ടൊരു പാടാമെന്ന്. ഇവന് ഭാഗ്യത്തിന് കുറേ പഠിച്ചു തുടങ്ങിയെന്നെ ഒരു 1-2 കൊല്ലം കൂടെ കഴിഞ്ഞ് കഷ്ടിച്ച് വായിച്ചു തുടങ്ങിയെന്നെ ഇവനൊരു പുസ്തകം ആരാണ്ട് കൊടുത്തു. അതവൻ്റെ ഭാവനയെ ഒരുപാട് ത്രസിപ്പിക്കുന്നൊരു സാധനമാണ്. അവൻ മനസ്സിലാക്കിയൊരു സാധനം, ഈ ഇലക്ട്രിസിറ്റി, ടെലഗ്രാഫ് കമ്പി കൂടെ പോകുന്ന ഇലക്ട്രിസിറ്റിയിൽ കൂടി ഞാൻ എന്ന ശ്രീമാൻ ഒഴുകി പോകാനാകുമെങ്കിൽ എനിക്ക് കാണാൻ പറ്റുന്ന എന്തൊക്കെയാണ്? ഈ ഒഴുകിപ്പോകുന്ന ഇലക്ട്രിസിറ്റിയുടെ കൂട്ടത്തിൽ ഞാൻ പോകുകയാണെങ്കിൽ ഞാൻ എവിടെ പോകുന്നു? ഈ പ്രകാശത്തിൻ്റെ ആ റേസിൻ്റെ കൂട്ടത്തിൽ പോയി അതിനെ തണുപ്പിച്ച് 1 മിനിറ്റ്, 1 സെക്കൻഡ്, ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് തണുപ്പിച്ച് നിർത്താൻ എന്നെക്കൊണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചെന്നെ കേട്ട ടീച്ചറിന് നല്ല അസലായ ദേഷ്യമാണ്. ഈ കൊച്ചന് കുറച്ച് വട്ടായിരുന്നു എന്നാണ് സ്കൂളിലെ എല്ലാവരും വെച്ചിരുന്നത്. ഇവനെ ടീച്ചർ ദേഷ്യപ്പെട്ടെന്നെ ഇവൻ ചെയ്ത പരിപാടി, അവനിരുന്ന കസേര എടുത്ത് ടീച്ചറിൻ്റെ ഒരൊറ്റ ഏറും കൊടുത്തു. അവരുടെ തലയിലാണ് കൊണ്ടത്. അവർ ബോധം കെട്ട് വീണു. കഥ പോകുന്നത് ആ ടീച്ചർ പിന്നെ ആ സ്കൂളിലേ കയറിയിട്ടില്ല. ആളെ നിങ്ങൾ കേട്ടിരിക്കും. പിന്നെ പേര് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നാണ്. ഇങ്ങേർക്കൊരു 8-9 വയസ്സ് വരെ സംസാരിക്കാൻ പോലും വയ്യാത്ത പയ്യനായിരുന്നു. നോ, ഈ ക്രിയേറ്റിവിറ്റി എന്ന് ഞാൻ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരുപാട് വ്യത്യാസമില്ല. അതൊരു കുംഭാകൃതിയാണ്. നമ്മുടെ അമ്പലങ്ങളിലൊക്കെ താഴെ കുളം പോലെ താഴെ ഒരു ലെയർ, അത് ഡള്ളായിട്ടുള്ള IQ താരതമ്യേന കുറവായ കുറേ പേര്. പിന്നെ ഒരു കുംഭാകൃതി, വലിയൊരു കുംഭാകൃതിയിലാണ് പിന്നെയുള്ളത്. നമ്മളെല്ലാവരും അതിൽപ്പെട്ടവരാണ്. ഇതിൻ്റെ തലപ്പത്തൊരു താഴെ കുളം പോലെ ഉള്ളതിൽ ഒരു മൈനോറിറ്റിയാണ്. കഷ്ടിച്ചു നിന്ന് കഴിഞ്ഞാൽ ഒരു 1%, 0.5% ഉള്ള ഗ്രൂപ്പ്, അതാണ് ഏറ്റവും വലിയ ജീനിയസസ്. പേരുണ്ട്. ഈ നടുക്കുള്ള കുംഭാകൃതിയിലുള്ള ആൾക്കാരെ ലിറ്റിൽ സീസ് എന്നാണ് പറയുന്നത്, ലിറ്റിൽ ക്രിയേറ്റേഴ്സ്. മുകളിൽ താപ്പാനയുള്ള ആൾക്കാരെ ബിഗ് സീസ് എന്നാണ് പറയുന്നത്, ബിഗ് ക്രിയേറ്റേഴ്സ്. കിട്ടുന്ന മലക്കറി കൊണ്ട് എങ്ങനെയെങ്കിലും കൂട്ടാനുണ്ടാക്കുന്ന വീട്ടമ്മയും കിട്ടുന്ന കമ്പിയും കോലും ഒക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന നമ്മളും, സ്റ്റാർട്ട് ചെയ്യാനാകാത്തൊരു കാറ് എന്തൊക്കെയോ അതിൻ്റെ ബോണറ്റ് തുറന്ന് എന്തൊക്കെയോ ഇടിപിടിയൊക്കെ ചെയ്ത് കഷ്ടിച്ച് സ്റ്റാർട്ടാക്കി ഉണ്ടാക്കുന്ന നമ്മളും ഒക്കെ ആ ക്രിയേറ്റേഴ്സാണ്. നമുക്ക് ഈ സർഗശക്തി എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ താരതമ്യേന നിസ്സാരമാണ്. അതായത് നോവലായിട്ട്
പുതിയതായിട്ട് എന്തെങ്കിലും ഉപയോഗമുള്ള എന്തെങ്കിലും ഉണ്ടാക്കുക എന്ന് മാത്രമേ ഉള്ളൂ ആ വാക്കിനർത്ഥം. അപ്പോൾ നമ്മളെല്ലാം ക്രിയേറ്റേഴ്സാണ് ഒരു അളവിൽ. പക്ഷെ നമ്മുടെ ആശയങ്ങൾക്കതീതമായി വിശ്വസിക്കാൻ വയ്യാത്ത, കൺമുന്നിൽ കാണുന്ന നിസ്സാരമായ സംഗതികളെ ജാജ്വല്യമാക്കി കാക്കാനുള്ള ഒരു കഴിവുള്ള ഒരു അപ്പർ പരിപാടിയുണ്ട്. ബിഗ് സീസ്, ദ ബിഗ് ക്രിയേറ്റേഴ്സ്. ആൽബർട്ട് ഐൻസ്റ്റീൻ അതിൽ വരും, സാൽവഡോർ ദാലി അതിൽ വരും, വിക്ടർ ഹ്യൂഗോ അതിൽ വരും, ഡോസ്റ്റോവസ്കി വരും. ഇവരെല്ലാം അത് വിഭിന്ന ഭാവങ്ങളിലായിരിക്കും. എഴുത്തുകാരല്ലാത്തവരായിരിക്കും, സയൻറ്റിസ്റ്റ് ആയിരിക്കും, പോയറ്റ്സ് ആയിരിക്കും, എല്ലാവരുമാണെങ്കിൽ. ഈ ഞാൻ നേരത്തെ പറഞ്ഞു, താഴെ അറ്റമുള്ള IQ കുറഞ്ഞ ആൾക്കാരെ നിസ്സാരപ്പെടുത്തുകയും ചെയ്യരുത്. അവരിൽ ഒരു ഭാഗം ഓട്ടിസക്കാരാണ്. ഓട്ടിസം എന്നുള്ള സാധനം നമ്മൾ വിശ്വസിക്കുന്നതിനേക്കാളും കൂടുതലാണ്. ഞാൻ എൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഓട്ടിസത്തിൻ്റെ വകഭേദമായ ആസ്പെർഗർ സിൻഡ്രോം എന്ന് പറയുന്നൊരു സാധനം നമ്മളിൽ പലർക്കുമുണ്ട്. നമ്മളെല്ലാം നമ്മുടെ പാടേ വിധിയെ ആവുന്നത്ര ഒഴിഞ്ഞ് എല്ലായിടത്തു നിന്നും മാറി നമുക്കറിയാവുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ മാത്രം ചെയ്ത് അയ്യോ പാവമായിട്ട് നടക്കുന്ന നല്ല പങ്കാൾക്കാർക്ക് ആസ്പെർഗർ സിൻഡ്രോമാണ്. ഈ ആസ്പെർഗർ സിൻഡ്രോമും ഓട്ടിസവും തന്നെ അവൽ തന്നെ അവിശ്വസനീയമായ കഴിവുള്ള ആൾക്കാരുണ്ടാകാം. ഇവരെ പറയുന്ന ഓട്ടിസ്റ്റിക് സമാങ്സ് എന്നാണ് പറയുന്നത്. സ്പെല്ലിങ് SAVANT എന്നാണെങ്കിലും ഉച്ചാരണം സവാങ് എന്നാണ്. ഈ ഓട്ടിസ്റ്റിക് സവാങ്ങിലെ ഏറ്റവും പേര് കേട്ടയാൾ കിം പീക്ക് എന്നൊരാളാണ്. ഒരു 5-8 വയസ്സ് വരെ മരമണ്ടന് വെച്ചിരുന്ന ആളാണ്. ഈ മണ്ടന് വിത്തിൻ കോട്സ് മഹാബുദ്ധിമാന് 12,000 പുസ്തകങ്ങളാണ് കാണാപ്പാടം അറിയാവുന്നത്. അവന് ഒരു പേജ് വായിച്ച് മനസ്സിലാക്കി അത് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള സമയം 1 സെക്കൻഡാണ്. ഒരു കണ്ണുകൊണ്ടൊന്നും ഒരു പേജും മറ്റേ കണ്ണുകൊണ്ട് മറ്റേ പേജും വരെ വായിക്കാൻ കഴിവുണ്ട് എന്ന് പറയുന്നൊരു ഒരു ഗ്രൂപ്പായിരുന്നു. ആളുടെ പേര് കിം പീക്ക് എന്ന്, KMPK. ഇത് തീർന്നില്ല. ഈ ഋതുപർണന്റെ കയ്യിൽ നിന്ന് അക്ഷഹൃദയം എന്നുള്ള മന്ത്രം പഠിച്ചെടുത്ത നളൻ, അയാൾ തിരിച്ചു കൊടുത്ത അശ്വഹൃദയമായിരുന്നു. ഈ അക്ഷഹൃദയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണാതെ ഒരു നോട്ടത്തിൽ ഒരു വൃക്ഷത്തിൽ എത്ര ഇലയും പൂവും ഒക്കെ ഉണ്ട് എന്ന് കണക്ക് കൂട്ടുന്നൊരു വിദ്യയാണ് അക്ഷഹൃദയം. ചൂതാട്ടത്തിനും ഭയങ്കര മിടുക്കൻ. ഈ നളൻ പാവം തോറ്റ് തുന്നം പാടി ഒരു പരുവമായി ഇവർ ഋതുപർണൻ്റെ തേരാളിയായി നടക്കുന്ന സമയത്താണ് ഇയാൾ അക്ഷഹൃദയം പഠിച്ചെന്നാണ് വയ്പ്. ഇത് നിങ്ങൾക്ക് കഥ, വളരെ സത്യം, കഥ, വെറും കഥ. പക്ഷേ കഥയല്ലാതെ വരും. ഡാനിയൽ ചമറ്റ് എന്ന ഒരാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ആൾ വലിയ പ്രായമൊന്നുമില്ല, 48-49 വയസ്സേ ഉള്ളൂ. അവന് ഇതിനേക്കാളും വഷളാണ്. അവന് ഒരാഴ്ച മതി ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കാൻ. ഒരു ടെസ്റ്റിന് വേണ്ടി അവർ കൊടുത്തു. എങ്ങും കേട്ടിട്ടില്ലാത്ത വളരെ കുറച്ച് പേര് മാത്രം സംസാരിക്കുന്ന ഒരു ഭാഷ അവനെ കൊണ്ട് പഠിപ്പിക്കാൻ പറഞ്ഞ് അവൻ BBC-യിൽ അതുപോലെ ഒരു കൃത്യം അവരോട് ചർച്ച ചെയ്യാനും അവന് കഴിവുണ്ടായിരുന്നു. അത് ഡാനിയൽ ടിമറ്റ്. ഇനിയുണ്ട്. ലോകം കണ്ടിട്ടുള്ളതെങ്കിൽ വെച്ച് ഏറ്റവും വലിയ ബാലസാഹിത്യകാരൻ. നിങ്ങൾ കേട്ടിരിക്കില്ല ആളുടെ പേര്, പക്ഷെ ഞാൻ ബാക്കി പറയുമ്പോൾ നിങ്ങൾ കേൾക്കും. പേര് ഹാൻസ് ക്രിസ്ത്യൻ ആൻഡേഴ്സൺ എന്നാണ്. ഈ ഹാൻസ് ക്രിസ്ത്യൻ ആൻഡേഴ്സണാണ് ലോക ചരിത്രത്തിൽ, ലോക സാഹിത്യത്തിൽ, ബാലസാഹിത്യത്തിലെ അങ്ങേറ്റം. അയാൾ എഴുതിയ ഒരു പുസ്തകം അറിയാം. ചക്രവർത്തി രാജാവ് നഗ്നനാണ് എന്നുള്ള ചൊല്ല് നിങ്ങളെല്ലാം കേട്ടിരിക്കും. ആ കഥ കേട്ടിട്ടേ ഉള്ളൂ. അത് എഴുതിയ ഇയാളാണ്. അയാളുടെ വേറൊന്നുമുണ്ട്, ലിറ്റിൽ മെർമെയ്ഡ്.
അല്ല തമാശ, ഈ ആശാന് ഒരു വരി ഇംഗ്ലീഷിലോ അയാളുടെ സ്വന്തം മാതൃഭാഷയിലോ എഴുതാൻ കഴിവില്ലാത്ത ഒരു പാവത്തനായിരുന്നു. ഇയാളാണ് ഈ കഥ എഴുത്തുകാരനായി മാറി. അയാൾ ജോലി കൊടുക്കും, ആരെങ്കിലും കഥ എഴുതും. നിങ്ങളിൽ പലരും, ഒരു നല്ല പങ്ക് ആൾക്കാർ, അഗത ക്രിസ്റ്റിയുടെ ഈ ഡിറ്റക്റ്റീവ് നോവൽസ് വായിച്ച് സന്തോഷമായിട്ടിരിക്കുന്ന ആളായിരിക്കും. ഈ അഗത ക്രിസ്റ്റി പാവത്തിന് ഒരു വാക്ക് അങ്ങോട്ട് എഴുതി വെക്കണമെന്നുണ്ടെങ്കിൽ അവർ പരമ ദുരിതാനുഭവമാണ് അവരെ സംബന്ധിച്ച്. അവരുടെ കൈ വഴങ്ങുകയല്ല. അതിൻ്റെ പേര് ഡിസ്ഗ്രാഫിയ എന്നാണ്. ഡിസ്ലെക്സിയ ഹാൻസ്ബർഗറിനുണ്ടായിരുന്നെങ്കിൽ ഈ ശ്രീമതിക്ക് എഴുതാനുള്ള പ്രയാസമായ ഡിസ്ലെക്സിയാണ് ഉണ്ടായിരുന്നത്. ഇവൻ്റെ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിൽ ഒരുപാട് പേരെ കൂട്ടാം. കവിയായ ഈറ്റ്സ്, ഫ്ലാബർട്ട്, അങ്ങനെ ഒരുപാട് പേരെ കൂട്ടാം. നൗ ഈ 70,000 കൊല്ലത്തോളാവും ഹോമോസേപ്പിയൻസ് എന്ന് പറയുന്നതോ അതിന് തൊട്ട് മുമ്പുള്ളോ ആയ സംസാരം തുടങ്ങിയിട്ട്. ഈ സംസാരം തുടങ്ങിയത് ആദ്യം മുഴുവനും പാട്ടുകളാണ്. അത് ഏത് രാജ്യത്താണെങ്കിലും അത് പാട്ടുകൾ തന്നെയായിരുന്നു. അത് ഗ്രീസിലെ അന്ധ കവിയായ ഹോമർ ആണെങ്കിലും, ഇലിയഡും ഒഡീസിയൊക്കെ എഴുതിയ ഹോമർ ആണെങ്കിലും, നമ്മുടെ പുരാതന കാലത്തെ ഇതൊക്കെ ആണെങ്കിലും ഇതെല്ലാം പാട്ടുകളായിട്ടാണ് എഴുതുന്നത്. എഴുത്ത് വരുന്നതിന് എത്രയോ കൊല്ലം മുമ്പ്. ഈ പാട്ടുകൾ കേട്ട് വയ്ക്കാൻ എളുപ്പം, തിരിച്ചു ചെല്ലാനും എളുപ്പം. അതുകൊണ്ടാണ് പാട്ടുകൾ ആദ്യം ആയത്. ഇത് കഴിഞ്ഞിട്ട് ഈ റിട്ടൺ ലാംഗ്വേജ് എന്ന് പറയുന്നത് 5000-5500 കൊല്ലമേ ആയിരിക്കുള്ളൂ. അത് ഏത് രാജ്യത്താണെങ്കിലും തിരക്കേടില്ല. സുമേറിയയിലാണെങ്കിലും, ഇന്ത്യയിലാണെങ്കിലും, വേറെ ഏത് രാജ്യത്താണെങ്കിലും, ചൈനയിലാണെങ്കിലും ഒരു 5500 കൊല്ലമേ ആയിട്ടുള്ളൂ ലിഖിത രൂപം ഉണ്ടായിട്ട്. ഈ മെക്കാനിസം ഓഫ് ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര പ്രയാസമാണ്. ഞാൻ എൻ്റെ ഒരു പുസ്തകത്തിനകത്ത് കൈയെഴുത്തുകളെ കുറിച്ച് കാര്യവിചാരം എന്ന് എഴുതിയറിനെ പലരും വിചാരിച്ചത് എന്താ കൈയെഴുത്ത് മോശമായ എഴുത്തായിരിക്കുന്നു. അല്ല, ഈ എഴുതുക എന്നുള്ളത് ന്യൂറോളജിക്കലി ഒരു വലിയൊരു കഴിവാണ്. ഇനി ഈ എഴുത്തുകാരിൽ തന്നെ ക്രിയേറ്റീവ് റൈറ്റേഴ്സ് വരും, സർഗാത്മക സാഹിത്യം വരും. ഈ സർഗാത്മക സാഹിത്യത്തിന് ഒരുപാട് പ്രശ്നങ്ങളാണ്. അവർക്ക് അനുഭവങ്ങളുടെ തീച്ചൂടയിൽ വെന്തുരിയ ആൾക്കാരായിരിക്കണം. സർക്കാർ ശമ്പളവും വാങ്ങിച്ച്, ഞാനടക്കമുള്ളവരെ കുറിച്ച് പറയുകയാണ്, വളരെ സന്തോഷമായിട്ട് നമുക്ക് കിട്ടുന്ന അവധി സമയത്ത് നമുക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യത്തിനനുസരിച്ച് എഴുതുന്നവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ശരിക്കുള്ള ക്രിയേറ്റീവ് റൈറ്റേഴ്സിൻ്റെ ജീവിതം താരതമ്യേന ഭയങ്കര ദുഃഖമാണ്. അവർ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അനുഭവങ്ങളുടെ തീച്ചൂടയിൽ അവർ വെന്തുരിയ ആൾക്കാരാണ്. അതവരുടെ മനസ്സിൽ നിന്ന് പോയിരിക്കും. എന്നാലും പിന്നെ അടുത്തത് ഏത് റമ്പനാണെങ്കിലും, എത്ര അനുഭവങ്ങളുടെ തീച്ചൂളയിൽ വെന്തവനാണെങ്കിലും, അവന് എഴുത്ത് സാധ്യമാണെങ്കിൽ അവൻ ആദ്യമായി ഒരസാധാരണ വായനക്കാരനായിരിക്കണം. അസാധാരണ വായനക്കാരനാവണം. ഇവൻ്റെ മനസ്സിൽ ഉള്ള ലെക്സിക്കൻ പദകൂമ്പാരം അത്യസാധാരണമായിരിക്കണം. ഈശൽ വ്യത്യാസമുള്ള പദങ്ങളുടെ പ്രയുക്തി ഇവന് സാധ്യമാകണം. എന്നാലേ അവൻ കവിയാവുകയുള്ളൂ, അവൻ എഴുത്തുകാരനാവുകയുള്ളൂ. ഈ അനുഭവങ്ങളിലെ മാത്രം പോരാ, നമുക്കെല്ലാ അനുഭവം ഉണ്ടാവും. ഈ അനുഭവങ്ങളുടെ സത്ത ആറ്റിക്കുറുക്കിയെടുത്ത് അതിൽ നിന്ന് അമൃതം മാറ്റിയെടുത്ത് അവൻ സൂക്ഷിക്കാൻ കഴിവുള്ളവനായിരിക്കണം. എന്നാലേ അവൻ സർഗാത്മക സാഹിത്യകാരനാവുകയുള്ളൂ. ഇത് പറയുന്നത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് വെച്ച് ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട തോന്നുന്നത് ഒരു പാവം പിടിച്ചൊരു ഡോക്ടർ എഴുത്തുകാരനായിരുന്നു.
ആളുടെ പേര് നിങ്ങൾ നിശ്ചയം കേട്ടിരിക്കും, ആൻറ്റൺ ചെക്കോവ്. അയാളെക്കുറിച്ച് ബാക്കിയൊന്നും നിങ്ങൾക്ക് അറിഞ്ഞുണ്ടെങ്കിലും റഷ്യക്കാരനായിരുന്നു. ആ ക്ഷയരോഗം കാരണം ഒരു 19 വയസ്സിന് മുമ്പേ ആൾ, കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല, ഒരു 19 വയസ്സിന് മുമ്പേ ആൾ തട്ടിപ്പോയി. അദ്ദേഹത്തിൻ്റെ ഈ ക്ഷയരോഗത്തിൻ്റെ മൂർധന്യമായിരിക്കുന്ന അവസരത്തിലും അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റീവ് കപ്പാസിറ്റി അവിശ്വസനീയമായിരുന്നു. ഡോക്ടറായിട്ട് ചെന്ന് രോഗികളുടെ അടുത്തുനിന്ന് കേൾക്കുമ്പോൾ അവർ പറയുന്ന ഓരോന്നും ഇയാൾ ഡയറിയിൽ കുറിച്ചിടുന്ന കാണുമ്പോൾ പാവം പിടിച്ച അവർ കരുതുന്നത് അവരുടെ രോഗവിവരം മുഴുവനും ഇത്ര ശ്രദ്ധയോടെ കുറിച്ചെടുക്കുന്ന പാവം ഡോക്ടറാണല്ലോ. ഇയാളുടെ മനസ്സ് അതേ സമയത്ത് അതിൻ്റെ 100 ഇരട്ടി സ്പീഡിൽ ദൃശ്യാവിഷ്കരണങ്ങളാക്കിയിട്ട് അത് മാറ്റാൻ നോക്കുന്നതാണ്. അടുത്ത ഞാൻ ഇടയ്ക്ക് നേരത്തെ പറയേണ്ടതായിരുന്നു, കേൾക്കുന്ന ഓരോന്നും കാണുന്ന ഓരോന്നും നമ്മുടെ മനസ്സിൽ പതിയാൻ, അതിൻ്റെ ഒരു ദൃശ്യാവിഷ്കാരമാകാൻ 13 മില്ലി സെക്കൻഡ് മതി. ഫിലിം മേക്കേഴ്സിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അത് 74 ഫ്രെയിംസ് പെർ സെക്കൻഡായി. അത്രയും വേണ്ട. സാധാരണ നിങ്ങൾ കാണുന്ന എല്ലാ ഫിലിംസും ഒരു 24 ഫ്രെയിംസ് പെർ സെക്കൻഡ് ധാരാളം മതി. ചലച്ചിത്രമായിട്ട് തന്നെ കാണും. അപ്പോഴാണ് നമ്മുടെ മനസ്സ് ചെന്ന് കളിക്കുന്നത് 74. ഈ പാവം പിടിച്ച ആൻറ്റൺ ചെക്കോവ് ഇത് മുഴുവൻ എഴുതിയിട്ട സമയത്ത് അയാളത് കഥകളായിട്ട് പരാവർത്തനം ചെയ്തറിനെ വെറുതെ വാക്കുകൾ അങ്ങോട്ട് എഴുതി പിടിപ്പിക്കുകയല്ല, അതിൻ്റെ സത്ത ഊറ്റിയെടുത്ത് പുതിയ കഥകളായിട്ട് മെനയുകയായിരുന്നു. ഇയാൾ പറഞ്ഞൊരു വാക്ക്, ചന്ദ്രൻ ഷൈൻ ചെയ്യുന്നു എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. പറയേണ്ടത് അയാളുടെ വാക്ക് അതുപോലെ തന്നെ ഞാൻ ഉച്ചരിക്കും. ഡോണ്ട് ടെൽ മീ ദ മൂൺ ഈസ് ഷൈനിങ്, ഷോ മീ ദ ഗ്ലിൻറ്റ് ഓഫ് ലൈറ്റ് ഓൺ ദ ബ്രോക്കൺ ഗ്ലാസ്. താഴെ വീണ് ഉടഞ്ഞു കിടക്കുന്ന കുപ്പിച്ചില്ലുകളിൽ അതിൻ്റെ പ്രതിഫലനത്തിൻ്റെ സൗന്ദര്യം കാണിച്ചു തരിക. എന്നാൽ ഞാൻ സമ്മതിക്കാം, അത് എഴുത്താണെന്ന് പറഞ്ഞത് ആൻറ്റൺ ചെക്കോവാണ്. ഇത് 3 സാധനമുണ്ട്. ബ്രെയിനിനെ സംബന്ധിച്ച് വീണ്ടും പറയാം. സമയമായോ? ഇനി 5 മിനിറ്റ് കൂടെ എടുക്കും. 10 മിനിറ്റ് ഉണ്ട്. ഓ 3 മിനിറ്റ്, ഒരു 8 മിനിറ്റ്. ഓക്കെ. 3 ബ്രെയിനിനകത്ത് 3 സെറ്റുണ്ട്. ഇത് കേട്ടത് കണ്ടത് ഒരു കഥയായിട്ട് രൂപപ്പെടുത്താനായിട്ട് നമ്മളെപ്പോലുള്ള പാവങ്ങൾ ചെയ്യുന്ന സാധനത്തിൻ്റെ പേര് എക്സിക്യൂട്ടീവ് കൺട്രോൾ നെറ്റ്വർക്ക് എന്നാണ് പറയുന്നത്. ഈ എക്സിക്യൂട്ടീവ് കൺട്രോൾ വെറും നിസ്സാരമായ സാധനമാണ്. അതിനേക്കാളും പ്രധാനം നമ്മൾ ദിവാസ്വപ്നം കാണാൻ പഠിക്കണം. ആ ദിവാസ്വപ്നം കാണുന്ന സാധനം, അതിന് ഒരു നെറ്റ്വർക്ക് ഉണ്ട്. അതിനെ പറയുന്ന ഡിഫോൾട്ട് നെറ്റ്വർക്ക് എന്നാണ്. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ, നമ്മൾ കുളിക്കുമ്പോൾ, നമ്മൾ നടക്കുമ്പോൾ, നമ്മൾ കറിക്കരിയുമ്പോൾ, നമ്മൾ വേറെ വല്ലതും ചെയ്യുമ്പോൾ, ഇതിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കുമ്പോൾ ഈ ഡിഫോൾട്ട് കൺട്രോൾ അങ്ങോട്ട് വരും. അതിൽ നിന്നാണ് നമ്മൾ കണ്ട അനുഭവങ്ങളുടെ സത്ത ഊറി പുതിയതായിട്ട് മാറാനുള്ള ഒരു കഴിവ് കിട്ടുന്നത്. ഇതിനെ അതിൻ്റെ പാട്ടിന് വിട്ട സർവത്വം നാശമാണ്. അതും കൂടെ പറയാം. ദാമു എന്നുള്ള ആളും ദാമി എന്നുള്ള 2 ക്യാരക്ടർ വയ്ക്കുക. ഈ ദാമുവും ദാമി എന്തെങ്കിലും ചെയ്ത് ഉണ്ടാക്കുന്ന സാധനം അതുപോലെ എഴുതിയാൽ നമ്മുടെ വെറും എക്സിക്യൂട്ടീവ് കൺട്രോൾ പരിപാടി അത് ഒരു കാശിന് കൊള്ളാത്ത സാധനമായിരിക്കും. ഈ ഡിഫോൾട്ട് കൺട്രോൾ വരുമ്പോഴത്തേക്കും ദാമിയും ദാമുവും കഥകളിലെ അംശമായി അവരുടേതായ വ്യക്തിത്വമാർന്ന ക്യാരക്ടേഴ്സായിട്ട് മാറും. ഇവിടെ ഒരു ശകലം പ്രശ്നം, ഈ ദാമുവിനെയും ദാമിയെയും അങ്ങ് വിട്ടാൽ പോരാ. ഈ അതിൻ്റെ ഡിഫോൾട്ട് കൺട്രോളിനെ അങ്ങ് വിട്ടാൽ പോരാ. അങ്ങനെയാണെങ്കിൽ ദാമു ഒരു കാസനോവയാകാം, അല്ലെങ്കിൽ ദാമി ഒരു അഭിസാരികയാകാം. ആ പട പ്രശ്നം. അതിന് പകരം ഇത് കൺട്രോൾ ചെയ്യണം. ബ്രെയിനിന് ഒരു നെറ്റ്വർക്ക് അവിടെയുണ്ട്. അതിൻ്റെ പേര് സേലിയൻസ് നെറ്റ്വർക്ക് എന്നാണ്. അതാണ് പറയുക, ഇത്രയൊക്കെ മതി, ഈ രീതിയിൽ പോട്ടെ എന്ന്.
എഴുത്തുകാരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം അവന് അമർത്യത ഉണ്ടാക്കുന്നതാണ്. അത് സമകാലിക ചലനങ്ങളെ വാക്കുകളാക്കി വരകളാക്കി നിശ്ചലമാക്കുകയാണ്. അവൻ്റെ ആവശ്യം 100 കൊല്ലം കഴിഞ്ഞ് ഏതെങ്കിലും ഒരാൾ, ഏതെങ്കിലും ഒരു വായനക്കാരൻ അത് വീണ്ടും നോക്കുകയാണെങ്കിൽ, വായിക്കുകയാണെങ്കിൽ അതിന് പുതിയ ജന്മം വീണ് അത് ക്യാരക്ടേഴ്സ് അന്ന് ഉണ്ടാകുന്ന രീതിയാണ്. ഇത് പറഞ്ഞത് വില്യം ഫോക്നർ എന്ന് പറഞ്ഞ വലിയൊരു എഴുത്തുകാരനാണ്. ഇനി അടുത്ത ഒരു വാചകം, എനിക്ക് സമയമുണ്ടോ എന്ന് അറിഞ്ഞൂടാ, എന്നാലും 1-2 മിനിറ്റ് കൊണ്ട് തീർക്കാം. ഈ എഴുത്തുകാരെല്ലാം, നിങ്ങളെല്ലാം കേട്ടിരിക്കും, ഇവർക്കെല്ലാം ഇപ്പോഴത്തെ ഒരു പുതിയ ഫാഷൻ എന്ന് പറയുന്നത് അസലായിട്ട് മദ്യപിക്കുക, അസലായിട്ട് ലഹരി അടിക്കുക, എഴുതുക എന്ന് ശുദ്ധാസംബന്ധമാണ്. കാര്യം ഈ ലഹരിയുടെ തീവ്രതയിൽ ഈ എഴുത്ത് നടക്കാത്ത പണിയാണ്. അതിൻ്റെ മൂർധന്യത്തിലെത്തി അതിൻ്റെ തീവ്രത മുഴുവനും അതിൻ്റെ അനുഭവ വൈദ്യത മുഴുവനും സമ്മതിച്ചിട്ട് അതിൽ നിന്ന് വിട്ട് അതിൻ്റെ ഓർമ്മ ബാക്കി ശേഷിക്കുകയാണെങ്കിൽ എഴുതുകയാണെങ്കിൽ അത് ശരി. ഇതിനാണ് എന്താണ് ഒരു കഴിവ് വരുന്നത്. അങ്ങനെ കുറേ പേരുമുണ്ട്. നോ, ഇത് എനിക്ക് തോന്നുന്നു സമയം കഴിയാറായി. 1 സെക്കൻഡ് കൂടെ ഞാൻ എടുക്കുകയുള്ളൂ. ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ അതിലുണ്ടോ നിങ്ങൾ എത്ര പേര് അദ്ദേഹത്തിൻ്റെ വായിച്ചിരിക്കുമെന്ന് വായിക്കേണ്ട ഒരു ഓഥറാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓഥറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ചൊല്ലായിട്ടുണ്ട്, റൈറ്റ് ഡ്രങ്ക് എഡിറ്റ് സോബർ. അതായത് അടിച്ച് വിമ്പിരിയായിട്ട് എഴുതുക, എഡിറ്റ് ചെയ്യുന്നത് സോബറായിട്ടിരിക്കുക. പാവം പിടിച്ച ആൾ ഇത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ ആളുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്. ഇയാളുടെ ജീവിതം തന്നെ പരമ ദുരിതമാണ്. പട്ടാളത്തിൽ ചെന്ന് വീട്ടിൽ അമ്മയും അച്ഛനുമായിട്ട് ഉടക്കുണ്ടാക്കി നേരെ യൂറോപ്പിൽ ചെന്ന് പട്ടാളത്തിൽ ചേർന്ന് അവർ കയറ്റാത്തത് കൊണ്ട് ആംബുലൻസ് ഡ്രൈവറായി വെടികൊണ്ട് കുളമായിട്ടാണ് ഇയാളുടെ നോവലൊക്കെ എഴുതുന്നത്. ഇയാളുടെ ഏകാന്തത വല്ലാതെ കൂടുതലാണ്. ഞാൻ പറയാൻ വിട്ടുപോയൊരു സാധനമുണ്ട്. ഈ സർഗാത്മക റൈറ്റേഴ്സ് മുഴുവനും നല്ല പങ്ക്, ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞ ആ ഗ്രൂപ്പിനെ അങ്ങ് വിടൂ. അല്ലാത്ത ആ ഒറിജിനൽ സർഗാത്മക സാഹിത്യം ഭയങ്കര ഏകാന്തപഥികരാണ്, ഒരുമാതിരി അവധൂതരാണ്, ആ രീതിയിൽ അങ്ങ് പോകുന്നവരാണ്. അവർക്ക് മിക്കവാറും പേർക്ക് വല്ലാത്ത മനസ്സിൻ്റെ ബുദ്ധിമുട്ടുണ്ട്, അതിതീവ്രമായ വിഷാദം വരെ വരും. അതിൽ ഏറ്റവും പ്രധാനം ഹെമിംഗ്വേ തന്നെയാണ്. ഇയാളെ പിടിച്ച് അഡ്മിറ്റ് ചെയ്തു, ഡിപ്രഷൻ്റെ ട്രീറ്റ്മെൻറ്റിന്. ഡിപ്രഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നു. ഡോക്ടർമാരടക്കം അവർക്കിത് ഒളിക്കാൻ നർസലായിട്ടറിയാം. അവരെല്ലാം കൂടി പറഞ്ഞു ഇയാൾ മിടുക്കനായി പോകുന്ന പറഞ്ഞ് ഇയാളെ ഡിസ്ചാർജ് ചെയ്തു. വീട്ടിൽ വന്നതിൻ്റെ ആഘോഷത്തിമർപ്പിൽ ബാക്കിയുള്ളവരെല്ലാം ചെയ്തെന്നെ മൂപ്പിന്ന് കൂളായിട്ട് സ്വയം അങ്ങ് മരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കുറേ പേരുണ്ട്. ആ നമ്പറിൽ സിൽവിയ പ്ലാത്ത് വരും, വിർജീനിയ വുൾഫ് വരും, ഷെല്ലി, എക്കാലവും മറക്കാനൊക്കാത്ത ഷെല്ലി വരും. അദ്ദേഹത്തിൻ്റെ മാനിയയുടെ കൂട്ടത്തിൽ തനിച്ച് ഒരു വള്ളത്തിൽ കടലിലേക്ക് ഒഴുകിപ്പോയി ആരാണ്ടൊക്കെയോ പറഞ്ഞ് രക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടും പിടികൊടുക്കാതെ പോയി മരിച്ചു എന്നാണ് കഥ. നിങ്ങൾക്കെല്ലാം ഗള്ളിവേഴ്സ് ട്രാവൽ കേട്ടിരിക്കും, വായിച്ചിരിക്കും, കൊച്ചുനാളിലെ വായിച്ചിരിക്കും. അത് എഴുതിയ ജൊനാഥൻ സ്വിഫ്റ്റ്. പാമ്പിടിച്ച് ആകെ ഒരു 45 വയസ്സൊക്കെ എന്നെ തോന്നി, സംഗതി പോക്കാണ്, എൻ്റെ കാര്യഘട്ടമാണ്, എനിക്ക് അൽസൈമർ അടിച്ചു തന്നെയാണ്. ഉള്ള ബുദ്ധിയുള്ള സമയത്ത് ഇങ്ങേര് വേഴ്സസ് ഓൺ ദ ഡെത്ത് ഓഫ് ജൊനാഥൻ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ, സുധീർ വായിച്ചിരിക്കും ആ കവിത, അസലായ ഒരു പുസ്തകമാണ്. വേഴ്സസ് ഓൺ ദ ഡെത്ത് ഓഫ്
ജുനാഥൻ സിസ്റ്റ് എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്, സുന്ദരൻ കവിതയാണ്. അതിൽ ഓരോ സ്റ്റെപ്പും അൽസൈമർ അടിക്കുന്ന ഓരോ സ്റ്റെപ്പും അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. ഈ നമ്പർ കൂട്ടാം. നമ്മൾ ഏറ്റവും ഭവ്യമായി വിചാരിക്കുന്ന ടോൾസ്റ്റോയ് അടക്കം. അവസാനം വീടെല്ലാം വിട്ട് തനിച്ച് ഏകാന്തനായി ഒരു ട്രെയിനിൽ കയറി റഷ്യയുടെ ഏതോ ഭാഗത്തുള്ള ഒരു ട്രെയിൻ സ്റ്റേഷനിൽ വെച്ച് അദ്ദേഹം ന്യൂമോണിയ പിടിച്ചാണ് അദ്ദേഹം ഏകനായി മരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ എനിക്ക് തോന്നുന്നു എൻ്റെ സമയം കഴിഞ്ഞു. നിങ്ങൾക്ക് വേണ്ടി വിടുകയാണ്. ചോദിച്ചാൽ മറുപടി പറയാം. മറുപടി എനിക്കറിയാമെങ്കിൽ മറുപടി പറയാം. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. സംസാരിക്കാൻ അവസരം തന്നതിന് മാതൃഭൂമിയോടും നിങ്ങളോട് എല്ലാവരോടും നന്ദി, നമസ്കാരം. നിർത്തി. സാറ് പറഞ്ഞതിൽ ചില കാര്യങ്ങൾ കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. പലപ്പോഴും സാറിൻ്റെ സംസാരത്തിൻ്റെ തീവ്രതയിൽ മൈക്ക് അകന്നകന്ന് പോയത് കൊണ്ട് ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായതുകൊണ്ടാണ് സാറിൻ്റെ വിഷമമാണെങ്കിലും ഈ മൈക്ക് അവിടെ പിടിപ്പിച്ചത്. ഇപ്പോൾ സാറിന് അനങ്ങാൻ വയ്യാതെ തടവിലാക്കിയിരിക്കുക. അപ്പം എങ്കിലും സാറ് പറഞ്ഞതിൻ്റെ ഒരു സാരാംശം ഞാൻ പറയാം. സർഗാത്മകത, തലച്ചോറിൻ്റെ വലിയ ശാസ്ത്രത്തെയൊന്നുമല്ല ഞാൻ കിടക്കുന്നത്. സർഗാത്മകത ഒരാൾ എന്നത് സാമാന്യമായ ഒരു മനസ്സിൽ നിന്നല്ല ഉണ്ടാകുന്നത്, അപസാമാന്യമായ ഒരു മനസ്സിൽ നിന്നാണ്. ആ മനസ്സ് അതിതീവ്രമായ സങ്കീർണതകളിലൂടെ വിഷാദങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒന്നാണ്. അതിൽ നിന്ന് മാത്രമേ സർഗാത്മകത ഉണ്ടാവുകയുള്ളൂ. അതിൽ നിന്നാണ് സാഹിത്യം ഉണ്ടാകുന്നത്. എന്നാൽ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ സാഹിത്യവും ഒരുപോലെ അതിതീവ്രമായ സങ്കീർണ മനസ്സിൽ നിന്ന് ഉണ്ടാവുകയാണ് എന്നല്ല അതിന് അർത്ഥം. ഏറ്റവും മികച്ച സാഹിത്യത്തെക്കുറിച്ച് വർഷങ്ങളോളം മനുഷ്യനെ വേട്ടയാടുകയും മനുഷ്യ സംസ്കാരത്തിൻ്റെ മുഴുവൻ ഭാഗമായി തീരുകയും ചെയ്യുന്ന സാഹിത്യത്തെക്കുറിച്ചാണ് ഈ അപസാമാന്യത എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാതെ വാളെടുത്തവരെല്ലാവരും വെളിച്ചപ്പാടാക്കുന്ന ഒരു മഹാപ്രക്രിയ ആണ് എന്നതാണ് സാറ് പറഞ്ഞത്. എല്ലാവരും ക്രിയേറ്റേഴ്സാണ്. ആ ക്രിയേഷൻ്റെ കാര്യമല്ല സാർ ഉദ്ദേശിച്ചത്. ഞാൻ ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ചോദ്യം ചോദിക്കാം. മറ്റുള്ളവർക്ക് കൂടി ചോദ്യം ചോദിക്കാൻ അവസരമുണ്ടാകണം എന്നുള്ള ഒരു ജനാധിപത്യ ബോധത്തോടു കൂടി വേണം ചോദ്യം ചോദിക്കേണ്ടത്. അതായത് എൻ്റെ മലയാളം ഇതാണ്, ചോദ്യങ്ങൾ ചെറുതായി ചോദിക്കണം എന്നാണ്. ഒരു എസ് എഴുതി ദയവ് ചെയ്ത് വായിച്ചു കളയരുത്. അപ്പോൾ സാറും ചെറിയ ഉത്തരങ്ങൾ പറഞ്ഞാൽ വീണ്ടും വീണ്ടും ആളുകൾക്ക് ചോദിക്കാൻ കഴിയും. മൈക്ക് നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നതാണ്, ചോദ്യം ചോദിക്കാവുന്നതാണ്. മൈക്ക് കൊടുക്കുക പ്ലീസ്. അവിടെയുണ്ട്. ഡിപ്രഷന് നല്ല ചികിത്സ ലഭ്യമാണ് ഇപ്പോൾ. മോളെ ഒന്നും കേട്ടില്ല, ഓർത്ത് പറയാ. ഡിപ്രഷന് നല്ല ചികിത്സ ഉണ്ട്. അതിന് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സർഗാത്മകതയ്ക്കും കൂടെ അത് ഒരു ട്രീറ്റ്മെൻ്റ് ആകുമോ? അല്ലെങ്കിൽ ഡിപ്രഷൻ കുറഞ്ഞ് ആൾ നോർമൽ എന്ന് സമൂഹത്തിലേക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന നോർമലായ ആളാവുമ്പോൾ അയാളുടെ സർഗാത്മകതയും അയാളുടെ എഴുത്തും ആ ക്രിയേറ്റിവിറ്റിയും ഒക്കെ കുറയുമോ? ഡിപ്രഷനുള്ള ഒരാളിന് ഡിപ്രഷൻ ചികിത്സിച്ചാൽ അയാളുടെ സർഗാത്മകത ഇല്ലാതെ ഡിപ്രഷൻ മാറുന്നു, അതോടെ സർഗാത്മകത ഇല്ലാതായി തീരുമോ? രണ്ടും സത്യം. ഈ ഡിപ്രഷൻ കൊടുക്കുന്ന മരുന്നുകളിലെ ഒരു നല്ല പങ്ക് ഉള്ള സർഗാത്മകതയെല്ലാം നല്ല അസലായിട്ട് ഒരു 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 പ്രസ്സിൽ വെച്ച് ഞെക്കിയതുപോലെ പിതുക്കി കളയും. ഇതല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ, രക്ഷപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ക്രിയേറ്റീവ് ലിറ്ററേച്ചർ സാധ്യമാണ്. ഈ ഡിപ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിസ്സാരമായൊരു വാക്കായിട്ട് തോന്നുകയാണെങ്കിലും സൈക്കോളജിക്കാർക്ക് അതൊരു മെഡിക്കൽ എമർജൻസിയാണ്. അതായത് ട്രീറ്റ് ചെയ്തേ പറ്റുള്ളൂ. അതിൽ നിന്നുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ വിശ്വസിക്കാൻ പോലും പ്രയാസമായതുകൊണ്ട് ട്രീറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഞാൻ സമ്മതിക്കും. അതിനിപ്പോൾ കൊടുക്കുന്ന ഡോപ്പമിൻ ബ്ലോക്കേഴ്സ് എന്ന് പറയുന്ന സാധനം ഞാൻ പറയാൻ വിട്ടുപോയി, സമയത്തിൻ്റെ കുറവാണ്. 2 തരത്തിലുള്ള കെമിക്കൽ, ഒരു സെക്കൻഡ് എടുക്കുള്ളൂ. 2 തരത്തിലുള്ള കെമിക്കലുകളുണ്ട്. ഒന്ന് പറയുന്നത് ഏഞ്ചൽസ് കോക്ടെയിൽ എന്നാണ്.
ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ ആൻഡ് എൻഡോർഫിൻ. ഇതിന് പകരം ഡെവിൾസ് കോക്ടെയിൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതായത് ആഡ്രിനലിൻ തുടങ്ങിയ മരുന്നുകൾ. ഈ ഡോപ്പമിൻ അങ്ങോട്ട് കൂടുമ്പോൾ അത് വല്ലാണ്ട് ഊർജം തരും, വല്ലാണ്ട് കഴിവ് വരും. മാനിയുള്ള ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ഹൈപ്പർമാനിയ സ്റ്റേജിലാണെങ്കിൽ ഡോപ്പമിൻ്റെ കളിയാണ്, അവർക്ക് ക്രിയേറ്റിവിറ്റി ഒരുപാട് കൂടും. ഈ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഒരു മാതൃഭാവം തരുന്ന സാധനമാണ്, ഒരു ബോണ്ടിങ്. ആ ബോണ്ടിങ് ഉണ്ടെങ്കിൽ, ഉദാഹരണം ഒരു നല്ല കഥയുണ്ട്, ഈ മ്യൂട്ടിനി ഓൺ ദ ബൗണ്ടി എന്നൊരു പഴയ നോവലുണ്ട്. അതിനകത്ത് താഹിതി ദ്വീപിൽ കുറേ നാവികരെ കൊണ്ടുവന്ന ശീമപ്ലാവ് കൊണ്ടുപോകാനാണ് അവരെ കൊണ്ടുചെന്നത്. അവരവിടുത്തെ സ്ത്രീകളുമായിട്ട് ഇണപഴകി അവരുമായിട്ട് കഴിഞ്ഞതിന് ശേഷം ഇത് അവരെ തിരിച്ചു വിളിച്ചിട്ടുണ്ടെ അതൊരു മ്യൂട്ടിനി ആയിട്ടങ്ങ് വളർന്നതിൻ്റെ കാര്യം ഈ ഓക്സിറ്റോസിനാണ്. അതായത് ഓക്സിറ്റോസിൻ ഉണ്ടെങ്കിൽ ഒരു മാതൃഭാവം ഏത് സർഗാത്മക സാഹിത്യകാരനും അവനറിയാതെ ഉണ്ടാക്കിയെടുക്കുന്ന ഓക്സിറ്റോസിനാണ്. അത് വായനക്കാരിൽ അവനത് പകർന്നു നൽകാൻ കഴിവുമാണ്. സഹൃദയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമാന ഹൃദയനുള്ള, അതായത് അതുപോലെ ഹൃദയം എന്നുള്ളതിന് മനസ്സാക്കിക്കോളൂ, അതുപോലെ മനസ്സാക്കും. കുട്ടിയുടെ ചോദ്യത്തിന് ഉത്തരം രണ്ടും. ഈ മരുന്നെല്ലാം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പ്രസ് ചെയ്ത് നീറ്റാക്കി കൈ തരും. അതിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴത്തേക്കും, രക്ഷപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, അവർക്ക് ക്രിയേറ്റിവിറ്റി വീണ്ടും സംജാതമാകാം. സാർ പറഞ്ഞ ഡീഫാൾട്ട് നെറ്റ്വർക്കും സേലിയൻ നെറ്റ്വർക്കിനെ പറ്റിയാണ് ഈ ചോദ്യം. കെക്കുലെ എന്ന് പറയുന്ന കെമിസ്റ്റിന് ഒരു ഡ്രീമിൽ കിട്ടിയതാണ് ബെൻസീൻ റിങ്ങിൻ്റെ ഫോർമുല. സ്വന്തം വാല് കടിക്കുന്ന സർപ്പത്തിൻ്റെ ഒരു റിങ്ങാണ്. അപ്പോൾ ഇതിൽ സാർ എങ്ങനെയാണ് ഡീഫാൾട്ട് നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യുന്നത്? രണ്ടാമത്തത്, ലോകത്തെ ഏറ്റവും വലിയ ന്യൂറോളജിസ്റ്റായ ഒളിവർ സാക്സുമായിട്ടുള്ള സാറിൻ്റെ കണക്ഷൻ. ആദ്യത്തെ പാർട്ട് കുക്കൂളിൻ്റെ ബെൻസീൻ റിങ് അല്ലേ? ഈ പാവത്തിന് കുക്കൂളിനുള്ള ആൾക്ക് ഈ ബെൻസീൻ എന്നുള്ള കെമിക്കൽ ഉണ്ടാക്കി തന്നെ അതിൻ്റെ കെമിക്കൽ നേച്ചർ എങ്ങനെയാണെന്ന് യാതൊരു പിടിയില്ല. ഈ ഡിഫോൾട്ട് നെറ്റ്വർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ദിവാസ്വപ്നങ്ങൾ. ദിവ വേണ്ട, വെറും സ്വപ്നങ്ങളിലും വരാം. ആ സ്വപ്നങ്ങളെ കാണുന്ന നിങ്ങളാരും ഓർക്കുകയല്ല. കാര്യം നമ്മൾ എന്ത് സുന്ദരമായ സ്വപ്നങ്ങളാണ് ദിവസവും കാണുന്നത്. നമുക്ക് മോഹിച്ച ആളുടെ കൂടെ കഴിയുക, നമ്മൾ മോഹിച്ച സ്ഥലത്ത്, ഞാൻ പ്യുവർ മെഡിക്കലായിട്ടുള്ള സാധനം പറയുകയാണ്, പ്യുവർ മോഹിച്ച കാര്യങ്ങളെല്ലാം കിട്ടുക, അതിസുന്ദരമായ സ്വപ്നത്തിൽ നിന്ന് ഈ ഉറക്കം കഴിഞ്ഞിട്ട് മഹാഭാവി അതിൽ നിന്ന് മാറിപ്പോയല്ലോ എന്ന് വിചാരിക്കുന്നതാണ്. ഈ പാവം പിടിച്ച കേൾക്കൂല, ഈ വറിയടിച്ച് നീറ്റായിട്ട് കിടന്നിറങ്ങുകയാണ്. ഇയാൾക്കൊരു സ്വപ്നം കാണുന്നത് വാല് വിഴുങ്ങുന്ന പാമ്പിന്. അയാൾ രാവിലെ എണീറ്ററിനെ, ചേട്ടാ ഇത് എന്തുകൊണ്ട് ഇതായിക്കൂടെ, ഈ വാല് വിഴുങ്ങുന്ന പാമ്പിൻ്റെ രീതി ആയിക്കൂടെ ബെൻസീന്? അങ്ങനെ അയാൾ ഉണ്ടാക്കിയെടുത്താണ് ബെൻസീൻ്റെ റിങ്. അടുത്ത അങ്ങ് ചോദിച്ചത് ഒളിവർ സാക്സ് അല്ലേ? വെൽ, പരമഭാഗ്യം എന്ന് പറയുന്നത് എൻ്റെ ജന്മപുണ്യമാണ്. ജനിച്ചത് ഒരു വളരെ നല്ല സാഹിത്യ അന്തരീക്ഷത്തിൽ. മെഡിസിന് പോകാൻ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. അമ്മ നിർബന്ധിച്ചുകൊണ്ട് വല്ല ലിറ്ററേച്ചർ മറ്റോ എടുത്ത് പോകാനായിരുന്നു അന്നത്തെ രീതിയിൽ സാധ്യത. ബിക്കോസ് അച്ഛനെ പോലെ എഴുതുക, മിടുക്കനാകുക എന്നുള്ള രീതിയായിരുന്നു. അമ്മയുടെ ഒരേ പിടി മെഡിസിനൊരു യൂണിവേഴ്സിറ്റിയിൽ റാങ്കും കിട്ടി, മെഡിസിന് ഇവിടെ അഡ്മിഷനും കിട്ടി. ഇന്ന് കോടികളൊക്കെയാണ് കൊടുക്കേണ്ടി വരുന്നത്. ഞങ്ങളുടെ ഫീസ് 360 രൂപയായിരുന്നു MBBSന്. അന്ന് 360 രൂപയെല്ലാം കൊടുക്കാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് മെഡിസിന് കയറി. വീണ്ടും ജന്മപുണ്യം, മെഡിസിന് കയറിയിട്ട് ലോകപ്രസിദ്ധമായ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലാണ് ചെന്ന് പെടാൻ പറ്റിയത്. ആദ്യം ഓൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, പിന്നെ ലണ്ടനിലൊരു കാലം. ബെഗീനൊരു പുണ്യം, ഈ ഒളിവർ സാക്സ് എന്നുള്ള ആൾ അമേരിക്കയിൽ, അദ്ദേഹം വലിയ ശരിക്കും ആസ് എ ഡോക്ടർ അദ്ദേഹത്തിന് വലിയ ഇതൊന്നും കിട്ടാൻ പറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ പ്രശ്നം,
അദ്ദേഹം ഒരു പുസ്തകം എഴുതി തന്നെ, മൈഗ്രെയിൻ എന്നൊരു പുസ്തകം എഴുതി കഴിഞ്ഞന്നെ അത് അങ്ങേരുടെ ചീഫ് അടിച്ചു മാറ്റി, അങ്ങേര് പബ്ലിഷ് ചെയ്യാനായി. അത് കണ്ട് ഇങ്ങേര് അതെങ്ങനെയോ അവിടെ നിന്ന് ഒളിച്ചു കടന്ന് അവിടെ നിൽക്കുകയാണെങ്കിൽ ആളെ തട്ടിക്കളയുന്നൊരു പേടിയുണ്ട്. അങ്ങേര് നേരെ ഇംഗ്ലണ്ടിലേക്ക് വെച്ചു വിട്ടു. ലോകം കണ്ടിട്ടുള്ളെങ്കിൽ വെച്ച് ഏറ്റവും നല്ല ഒരു മെഡിക്കൽ ലിറ്ററേച്ചർ ഡിസ്ക്രിപ്ഷനാണ് അതിൽ മൈഗ്രെയിനുള്ളത്. ആ പുസ്തകം പബ്ലിഷ് ചെയ്യുന്ന അങ്ങനെ ഇൻ്റർനാഷണലി ഫെയിമായി. പക്ഷേ എൻ്റെ ഭാഗ്യം, ഇങ്ങനെ ഇംഗ്ലണ്ടിൽ വന്നെ ഞാനും അവിടെ പഠിക്കാൻ നിന്ന ആളാണ്. അതേ യൂണിവേഴ്സിറ്റിയിലെ മാക്ഡൊണാൾഡ് ക്രിസ്ലി എന്നുള്ള സായിപ്പിൻ്റെ ശിഷ്യരായിട്ട് ഞാനും അവിടെ ഉണ്ട്. ഭാഗ്യത്തിന് അന്ന് ഞാനും കരുതിയില്ല ഈ ഒളിവർ സാക്സ് എന്നുള്ള ആൾ ഇത്ര കണ്ട് കേവൻ പിന്നെ ആകുമെന്നു. ലോകപ്രസിദ്ധനായ വിശ്വസിക്കാൻ വയ്യാത്ത ഒരു അതിപ്രതിഭാശാലിയായി മാറുമെന്നൊന്നും ഞങ്ങളാരും കരുതിയില്ല. പക്ഷേ അന്നേ അങ്ങേയത്തിற்கு ബട്ടിൻ്റെ ഒരു ബഹളമായിരുന്നു. എന്താ പറയുക, ക്രിയേറ്റീവ് സെൻസിൻ്റെ മാക്സിമം. എവിടെയൊക്കെ അപാസമാന്യതകളുണ്ടോ ഒക്കെ ആളവിടെ ചെല്ലും. സൈക്കാഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്, മൈക്രോനേഷ്യ തുടങ്ങിയ ചെറിയ ചെറിയ കൊച്ചു ദ്വീപുകളിൽ ചെന്ന് വിടുക എന്ന് വേണ്ട, അങ്ങനെ എഴുതിയ മുഴുവനും അത്യസാധാരണങ്ങളാണ്. ഈ ഓട്ടിസത്തിൻ്റെ രീതികളെല്ലാം ഇവരെല്ലാം പറഞ്ഞു വയ്ക്കുന്നതിന് എത്രയോ മുമ്പ് അങ്ങനെ പറഞ്ഞു വെച്ചു. അങ്ങനെ ഒരു പരമപുണ്യം കൊണ്ട് ഇങ്ങനെ കുറേ വലിയ ആൾക്കാരുമായിട്ട് ഇടപഴകാൻ സാധ്യമായി. ഇന്ത്യയിൽ ന്യൂറോളജി കൊണ്ടുവന്ന ജേക്കബ് ചാണ്ടി അടക്കം എൻ്റെ ഗുരുവായിരുന്നു. അതൊരു വെറും ഭാഗ്യം, വെറും നിമിത്തം. സാർ, ഈ സർഗാത്മകതയും ആത്മഹത്യയും തമ്മിൽ സാർ ഹെമിംഗ്വേ, വിർജീനിയ വൂൾഫ്, സിൽവിയ പ്ലാത്തൊക്കെ പറഞ്ഞു. ഈ സർഗാത്മകതയും അതും തമ്മിലുള്ളൊരു ബന്ധം, മാനസികമായ വിഭ്രാന്തി, അതൊക്കെ ഈ ന്യൂറോളജി എങ്ങനെയാണ് ഈ ആത്മഹത്യയെ കാണുന്നത് എന്നുള്ളതാണ്. ഒരുപാട് ന്യൂറോളജിസ്റ്റുകൾ ആത്മഹത്യയെ കുറിച്ച് സാർ ഇപ്പോൾ പറയുന്നുണ്ടായല്ലോ. ആണ്, ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു സൊസൈറ്റിയുടെ ഇഷ്യൂ ആണ്, സബ്ജക്റ്റിൻ്റെ ഇഷ്യൂ അല്ല. ഈ വിഷാദം എന്ന് പറയുന്ന സാധനം ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞു, അതൊരു സൈക്യാട്രിക് മെഡിക്കൽ എമർജൻസിയാണ്. നമ്മളെല്ലാവരും ഒരു പീരീഡിലല്ലെങ്കിൽ വേറൊരു പീരീഡിൽ ഇതിലേക്ക് തെന്നി അങ്ങ് പോകാം. ഈ തെന്നിപ്പോകുമ്പോൾ തെന്നെന്ന് പിടിച്ചു നിർത്താൻ കൂടെ ആൾ വേണം. ഏറ്റവും നല്ലത് സ്പൗസസ്, കൂടെ നടക്കാൻ, കൂടെ ഇരിക്കാൻ, സമാധാനിപ്പിക്കാൻ അത് വേണം. അതില്ലാത്ത ആൾക്കാർക്ക് അതൊരു പ്രശ്നമാണ്. ഇത്രയും ഉണ്ടെങ്കിലും കഠിനമായ ഡിപ്രഷനിലേക്ക് പോകാം. അവിടെ വരുമ്പോൾ യാതൊരു സംശയവും വേണ്ട, സൈക്യാട്രിക് ഡ്രഗ്സ് എസെൻഷ്യലാണ്. ഞാൻ ന്യൂറോളജിക്കാരനാണ്, പക്ഷേ ഞാൻ പേഴ്സണലായിട്ട് കരുതുന്നത് മെഡിസിനിൽ ഏറ്റവും ഉത്തുംഗ പദത്തിലെത്തുന്ന ഒരു വിഷയമേ ഉള്ളൂ, അത് സൈക്യാട്രി. ഇന്ന് അതിനെക്കുറിച്ചുള്ള അറിവ് അപര്യാപ്തമാണ്. അതിൻ്റെ ന്യൂറോ കെമിസ്ട്രി അപര്യാപ്തമാണ്, അതിൻ്റെ പെത്തോജെനിസിസ് അപര്യാപ്തമാണ്, അതിൻ്റെ ബാക്കിയുള്ള രീതികളെല്ലാം അറിവ് അപര്യാപ്തമാണ്. ഒരു കാലത്ത് അത് വരും. ഇത് ഞാൻ ഇപ്പം പറയുന്നതാണ് എന്ന് വയ്ക്കുകയാണെങ്കിൽ അത് ചുമ്മാ പറയുക. എത്രയോ കൊല്ലത്തിന് മുമ്പ് ആയുർവേദക്കാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഒറ്റ ബുദ്ധൻ്റെ മുന്നിലേ എൻ്റെ തല നമിക്കൂ. തുടക്കം തൃഷ്ണ ദീർഘമസത് വികൽപ്പ ശിരസം. അത് പറയുന്നത് മനസ്സെന്നുള്ള പാമ്പിനെ കീഴടക്കാൻ പ്രാപ്തമായ ആ ഗുരുവിൻ്റെ മുന്നിൽ മാത്രമേ, ആ ബുദ്ധൻ്റെ മുന്നിൽ മാത്രമേ ഞാൻ നമിക്കുന്നുള്ളൂ എന്ന് പറയുന്നത് അഷ്ടാംഗ ഹൃദയത്തിലാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൈക്യാട്രി ആസ് ഓഫ് നൗ താരതമ്യേന ഇനിയും വികസിക്കാനുള്ള ഒരു സബ്ജക്റ്റാണ്.
പക്ഷെ അത് വികസിച്ച് വരുമ്പോൾ അതായിരിക്കും മെഡിസിനെ മുഴുവനും ചെയ്യുന്നു. ശരിക്കും അത് ന്യൂറോളജിയുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതിന് സൈക്യാട്രിയുമായിട്ട് ഒരുപാട് ബന്ധമാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അതൊരു സൈക്യാട്രിക് എമർജൻസി തന്നെയാണ്. എത്ര നിസ്സാരപ്പെട്ടാണെങ്കിലും ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. എൻ്റെ ക്ലാസ്മേറ്റ്സ് അടക്കം എത്രയോ പേര്. ഇത് സാർ പറഞ്ഞ ഉത്തരം എല്ലാവരും കേട്ടുവോ എന്നെനിക്ക് സംശയമുണ്ട്. കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പലരും കേട്ടിരുന്നില്ല. ചോദ്യം ഇതായിരുന്നു, ആത്മഹത്യയെ ന്യൂറോളജി കാണുന്നത് എങ്ങനെ? സാറ് പറഞ്ഞ ഉത്തരം അതൊരു സാമൂഹികമായ പ്രശ്നമാണ്, മനസ്സിൻ്റേതാണ്. ന്യൂറോളജിക്കുള്ളതിനേക്കാൾ ബന്ധം സൈക്യാട്രിക്കാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ്, വൈദ്യശാസ്ത്രത്തിൽ കുമാരനാശാൻ്റെ ഒരു വരിയുടെ ഒരു അല്യൂഷനായിരുന്നു, അധിക തുങ്കപദത്തിൽ എത്തി നിൽക്കുന്ന ശാഖ സൈക്യാട്രിയാണ്, ഏറ്റവും വലുത് സൈക്യാട്രിയാണ്. ഇന്ന് അത് പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ല, കാരണം പലതും അതിന് അറിഞ്ഞുകൂടാ. എങ്കിലും സൈക്യാട്രി അത്ര പ്രധാനമാണ്. കാരണം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആയുർവേദം അഷ്ടാംഗ ഹൃദയത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരൊറ്റ ബുദ്ധൻ്റെ മുന്നിൽ മാത്രമേ ശിരസ് നമിക്കുകയുള്ളൂ. അത് മനസ്സ് എന്ന സർപ്പത്തെ കീഴടക്കാൻ കഴിയുന്ന ആ ശക്തി തരുന്ന ആ ബുദ്ധൻ്റെ കീഴിലാണ് നമിക്കുന്നത്. അപ്പോൾ മനസ്സാണ് ഏറ്റവും പ്രധാനം. ആ മനസ്സിനെ നിയന്ത്രിക്കുക, അതുമാണ് ഈ ആത്മഹത്യയെ നിയന്ത്രിക്കാനുള്ള ഒരു വഴി എന്നാണ്. മനസ്സിൻ്റെ പ്രാധാന്യമാണ് അദ്ദേഹം പറഞ്ഞത്. കേൾക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാനൊരു ചെറിയ ഒരു വളരെ മോശപ്പെട്ട ഒരു പരാവർത്തനം ഞാൻ നടത്തിയതാണ്. ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞാൻ സംസാരിച്ചുകൊണ്ടും തന്നെ സുധീറിൻ്റെ പഴയ ചങ്ങാതിയാണ്. സുധീറിനോട് പറഞ്ഞ ഒരു സാധനം നിങ്ങളോടുകൂടി പറയുകയാണ്. ഞങ്ങൾക്ക് അഭിമാനം തോന്നുന്നൊരു സാധനം ഇതിലെ ചെറുപ്പക്കാരെയാണ്. വല്ലാതെ കൂടുതൽ വായിക്കുന്നവർ, ഭയങ്കര കഴിവുള്ള ഒരു ഗ്രൂപ്പ്, സമ്മതിക്കണം. അത് എല്ലാ ഭാഗത്തും വരും, സൈക്യാട്രിയിലും വരുന്നു. പുതിയ സൈക്യാട്രി പിള്ളേർ അവർ പഴയ ഫ്രോയിഡും എങ്ങനെയൊക്കെ എടുത്ത് കളഞ്ഞ് മാറ്റി വെച്ചിട്ട് സോളിഡ് ന്യൂറോ കെമിക്കൽ ന്യൂറോ ഫിസിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷന് ഏറ്റവും മുൻപന്തിയിൽ ഇപ്പം നിൽക്കുന്നത് സൈക്യാട്രിക്കാരാണ്. ഞങ്ങളവരെ പിന്തുടർന്നിട്ടുള്ളൂ. ഞാൻ അതിൽ 5-6 പേരെ പരിചയപ്പെടാനും അവരെ ഫോളോ ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനി ഒരു സ്ത്രീ, അവർ മരിച്ചുപോയി അടുത്ത കാലത്ത്, പെട്രീഷ്യ ഗോൾഡ്മാൻ റാക്കിക് എന്നൊരു ശ്രീമതി. അവർ യേൽ യൂണിവേഴ്സിറ്റിയിലെ ആളായിരുന്നു. ഒരു കാർ ആക്സിഡൻറ്റിലാണ് അവർ മരിച്ചു പോയത്. അവരൊക്കെ ചെയ്ത ഇൻവെസ്റ്റിഗേഷൻസിൻ്റെ ഒരു തോത് ഞാൻ എൻ്റെ പഴയ പുസ്തകങ്ങളിൽ കുറച്ച് കൂട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ എഗെയിൻ ഒരു ജന്മപുണ്യം മാത്രം അവരുമായിട്ട് പരിചയപ്പെടാൻ ഭാഗ്യം കിട്ടിയത്. അടുത്തത് ഈ സൈക്യാട്രി പിള്ളേരെ സംബന്ധിച്ച് ഹാറ്റ്സ് ഓഫ് ടു ദം. അവർ ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻസ്, അവർ ചെയ്യുന്ന പഠനങ്ങൾ മിനിമം ഭാഷയിൽ പറയുകയാണെങ്കിൽ സ്തുതി അർഹിക്കുന്നു. Sir, my question is, ഇന്നത്തെ ആധുനിക യുഗത്തിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളെ സ്പെഷ്യലിസ്റ്റായ പ്രൊഫഷണൽ ആക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ ഒൺ ഡയമെൻഷണൽ ആയി പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് മോഡേൺ യുഗത്തിൽ ഹൗ ക്യാൻ ബി മൾട്ടി ഡയമെൻഷണൽ ആൻഡ് ബി ക്രിയേറ്റീവ്? ശരിക്കും പറയുകയാണെങ്കിൽ അതിന് ഉത്തരം നിങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. അതായത് ഈ സ്കൂളിൽ പഠിപ്പിക്കുന്നതും കോളേജിൽ പഠിപ്പിക്കുന്നതിനേക്കാളും എത്രയോ കൂടുതൽ നിങ്ങൾ പിള്ളേർ പഠിച്ചുണ്ടാക്കുന്നു. ശരിക്കും ഞാൻ ഞാൻ വളരെ വയസ്സനായി. നിങ്ങൾക്ക് മനസ്സിലാവില്ലായിരിക്കും, ശതാഭിഷിക്തൻ ആവാൻ എനിക്ക് കട്ടിച്ച ഒരു 10 മാസം കൂടെ മതി. 84 വയസ്സായ ഒരു മൂപ്പിന്ന് ഇപ്പോഴും ഇറങ്ങി നടക്കുന്നു എന്നുള്ളത് തന്നെ വലിയ കാര്യം. എപ്പോൾ തൊടിയാവുന്നു എന്ന് ചോദിച്ചാൽ മതി. പക്ഷേ സത്യം അതാണ്. പക്ഷേ എനിക്ക് നിങ്ങളെക്കുറിച്ച് ഭയങ്കര അഭിമാനമാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ സെലക്റ്റീവായിട്ട് വായിക്കുന്നു, നിങ്ങൾ സെലക്റ്റീവായിട്ട് പുതിയ കണ്ടുപിടിച്ച് വായിക്കുന്നു. ഒരു കാര്യം സമ്മതിക്കാം, ഞങ്ങൾക്കൊന്നും ഞങ്ങളുടെ വിഭാവനയെപ്പോലും വരാത്ത ഒരു ഇൻഫർമേഷൻ അവൈലബിലിറ്റി ഉള്ള കാലത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. ഉദാഹരണം, നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ, അതുമല്ല കുറച്ചുകൂടി മിതമായിട്ട് എടുക്കുന്ന കുറച്ചുകൂടി
സിനോപ്സിസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യം കിട്ടുന്നു. കുഞ്ഞെ മൾട്ടി ഡയമെൻഷനിൽ നിങ്ങളുടെ ബുദ്ധി പോകുന്നതിന് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്. പിന്നെ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന എന്താണ് ചിട്ടവട്ടങ്ങളിൽ മാത്രം ഒടുങ്ങുന്ന പഠനം ഞാനും സമ്മതിക്കുന്നില്ല. ഞാൻ മെഡിസിനാണ് പഠിച്ചത്. പക്ഷേ ഇപ്പോഴും കാലിക്കാലിൽ തടവിന പൊടിച്ചാത്ത് കൊണ്ട് ആത്തശോഭം എന്ന് പറയുന്ന ഉണ്ണുനീലി സന്ദേശവും പാലോട് തുല്യരുചി മൗലിയിൽ ഉല്ലസിക്കെന്ന് പറയുന്ന ലീലാതിലകവും ഒക്കെ മനസ്സിൽ കൊണ്ട് നടക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല, ഒരു ഉപയോഗം ഉണ്ടായിട്ടില്ല. പക്ഷേ അത് തരുന്നൊരു മനസ്സിൻ്റെ സുഖമുണ്ടല്ലോ, അത് അപാര കഴിവാണ്. ചോദ്യം ചോദിക്കാം സാർ, ഫോമായിട്ടുണ്ട്. കുറിച്ച് പറയണം. സാറിന്റെ പുസ്തകങ്ങൾ ഇവിടുത്തെ എല്ലാ പ്രധാന ബുക്ക് ഷോപ്പിലും കിട്ടും, ഒരു പ്രശ്നമില്ല വാങ്ങാൻ. വിളയനൂർ രാമചന്ദ്രനെ കുറിച്ച് അത്ര തൃപ്തിയില്ലാത്ത ചില അഭിപ്രായങ്ങൾ സാർ പറഞ്ഞിട്ടുണ്ട്. അല്ല, ശരിക്കും തൃപ്തിയാണ്, ഭയങ്കര തൃപ്തിയാണ്. ആശാനെ വിളയന്നൂർ രാമചന്ദ്രനെ ഇന്ത്യൻ ന്യൂറോ സയൻസ് ടീമിന് ആദ്യം പരിചയപ്പെടുത്തി കൊടുത്ത ഞാനാണ്. കാര്യം പഴയ ഓളിവർ സാക്സ് തന്നെ. അദ്ദേഹം എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രിൻസ് മുഴുവൻ അയച്ചു തരുമായിരുന്നു, ഈ സാക്സ്. അങ്ങനെ ഒന്ന് അയച്ചു തന്നതിന് ഒരു അവതാരിക അയച്ചു തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇയാളൊന്ന് നോക്കിയിട്ടൊന്ന് വായിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാമെന്ന്. ഇയാൾക്ക് ഈ ഓഥറിനെ കുറിച്ച് വലിയ വിവരമായിരിക്കും, ഇന്ത്യക്കാരനാണ്, അതുകൊണ്ട് നിശ്ചയം വിവരമായിരിക്കുന്നു. അപ്പോൾ ഈ അവതാരിക ഫാൻറ്റംസ് ഇൻ ദ ബ്രെയിനിൻ്റെ ഒളിവർ സാക്സ് എഴുതിയ അവതാരികയാണ് എനിക്ക് അയച്ചെന്ന്. ചേട്ടാ, ഇത് പാടി ഈ VS രാമചന്ദ്രൻ ആളപ്പോൾ ഇത്രയും സുന്ദരൻ എഴുത്തെന്നൊക്കെ പറഞ്ഞ് ഞാനും അത്ഭുതപ്പെട്ട. ഞാൻ അന്ന് ന്യൂറോളജിക്കൽ സൊസൈറ്റിയുടെ പ്രസിഡൻ്റാണ്. എൻ്റെ സെക്രട്ടറി അപ്പോളോ ഹോസ്പിറ്റലിലെ ന്യൂറോ സർജൻ ഗണപതിയായിരുന്നു. ഞാൻ ഗണപതിയെ വിളിച്ച്, ചേട്ടാ ഈ VS രാമചന്ദ്രൻ മദ്രാസിയാണെന്ന് തോന്നുന്നു. അല്ല, പിന്നെ സാറേ എൻ്റെ ക്ലാസ്മേറ്റാണ്, അവൻ എന്നോടൊപ്പം ഒരുമിച്ച് പഠിച്ചാണ്. ഞാൻ ഗണപതിയും കൂടി കമ്മിറ്റിയും കൂടി ഒന്നും വയ്ക്കാൻ പോയില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടി അടുത്തൊരു ഒറേഷന് VS രാമചന്ദ്രൻ കൊടുത്തു. സകലമാന പേരുടെ ചീത്തയും കിട്ടി. അവിടുത്തെ എൻ്റെ പഠിപ്പിച്ച ടീച്ചർമാർ എല്ലാവരും കൂടെ പറഞ്ഞു, ഇയാളെന്തോ ഒരു ഹാർഡ്കോർ ന്യൂറോ സർജറി ടീമിന് ഒരു സൈക്കോളജിക്കാരനെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് നല്ല വഴക്ക് കിട്ടി. നമ്മൾ കേക്ക് കണ്ടു കഴിഞ്ഞിട്ട് ബാക്കി കേൾക്കാമെന്ന്. ബാക്കി അയാൾ വന്നു. അയാളുടെ അദ്ദേഹത്തിൻ്റെ അമ്മയെ കാണാൻ വന്നുടനെ കൂട്ടത്തിൽ ഞങ്ങളുടെ ഒരു തുക്കട ഓറേഷൻ കൂടെ നടത്തി എന്നുള്ളതാണ് സത്യം. പക്ഷേ ആ 1 മണിക്കൂർ ഞാൻ ഈ പറഞ്ഞ പോലെയുള്ളതല്ല, അയാൾ അസലായിട്ട് നൃത്തം ചെയ്യുകയായിരുന്നു അവിടെ. ആ പ്രഭാഷണം 1 മണിക്കൂറത്തെ പ്രഭാഷണം താനീ നൃത്തം ചെയ്യുന്ന രീതിയിലായിരുന്നു. ശരിക്കും ആ വാക്കുകൾ അദ്ദേഹം കുറച്ചൊക്കെ മാറ്റി അടുത്ത കൊല്ലം BBCയുടെ റീത്ത് ലെക്ചറായിട്ട് അത് അടിക്കുകയും ചെയ്തു. ഇനിയും പറഞ്ഞോട്ടെ, ഞാൻ കേട്ടിട്ടില്ലെങ്കിൽ വെച്ച് ഏറ്റവും നല്ല വാഗ്മി VS രാമചന്ദ്രൻ തന്നെയാണ്. സാർ, നമ്മുടെ മനസ്സിൻ്റെ കാണാപ്പുറങ്ങളേക്കുള്ള ഒരു അസാധാരണ യാത്രയാണ് ഇവിടെ കഴിഞ്ഞത്. ചിലത് കേൾക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതിന് നിങ്ങൾക്ക് തന്നെ കാര്യം മനസ്സിലായല്ലോ. ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഈ സെഷനിൽ ഒരു പാഠം പഠിക്കേണ്ടത്, എങ്ങനെയാണ് വിവരവും വിവേകമുള്ള ആളുകൾ മറ്റു മനുഷ്യരെ ബഹുമാനിക്കുന്നത്, സ്വന്തം ശാസ്ത്രശാഖയ്ക്ക് പുറത്തുള്ള മറ്റ് ശാഖകളെ കൂടി ബഹുമാനിക്കുന്നത് എന്നതിൻ്റെ ഒരു മാതൃക കൂടിയാണ് ഡോക്ടർ രാജശേഖരൻ നായർ. അങ്ങേക്ക് ധന്യവാദം.